الحمد لله الكريم المعبود وأشهد أن لا إله إلا الله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. نعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أيها الناس أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا لا تسألوا عن أشياء إن تبد لكم تسؤكم وإن تسألوا عنها حين ينزل القرآن تبد لكم عفى الله عنها والله غفور حليم. صدق الله അലീം. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിക്കണമെന്ന് ഞാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും വളരെ കണിശമായി വസിയ്യത്ത് ചെയ്യുകയാണ്. വിവിധ വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയെ അനുധാവനം ചെയ്യുന്ന വിഷയത്തിൽ സഹാബികൾ സ്വീകരിച്ചിട്ടുള്ള മര്യാദകൾ എന്തൊക്കെയായിരുന്നു എന്നും ആ വിഷയത്തിൽ സഹാബികളുടെ സ്വഭാവം എന്തായിരുന്നു എന്നും ചെറിയ ചില വാചകങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നാണ് ഇന്ന് വിചാരിക്കുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യുന്ന അമലുകൾ അതേപടി പിന്തുടരുവാനാണ് സഹാബികൾ ശ്രമിച്ചു വന്നിരുന്നത്. ആ അമലുകൾ പിന്തുടരുമ്പോൾ അവയിൽ ഏതൊക്കെ നിർബന്ധ കർമ്മങ്ങളാണ്, അതിലേതൊക്കെ ഐച്ഛിക കർമ്മങ്ങളാണ്, അവയിൽ ഏതൊക്കെ അനുവദനീയം മാത്രമാണ് എന്ന് വേർതിരിച്ച് മനസ്സിലാക്കുക എന്നത്, വേർതിരിച്ച് രേഖപ്പെടുത്തുക എന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ സ്വഭാവമായിരുന്നില്ല. റസൂല് വുദു എടുക്കുന്നത് അവർ കാണും, അതേ സ്വഭാവത്തിൽ അവർ വുദു എടുക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വുദു എടുക്കുന്നത് കാണാൻ അവസരമുണ്ടായിട്ടില്ലാത്ത ആളുകൾക്ക്, അവർ സഹാബികളാണെങ്കിലും താബിയുകളാണെങ്കിലും, അവർക്ക് ഇത് കണ്ട സഹാബികൾ വുദു എടുത്ത് കാണിച്ചു കൊടുക്കും. അതിൽ മുൻകൈ കഴുകലുണ്ടാകും, മുഖം കഴുകുന്നുണ്ടാകും, കൈകൾ മുട്ടുൾപ്പെടെ കഴുകുന്നുണ്ടാകും, കാല് കഴുകുന്നുണ്ടാകും, തല തടവുന്നുണ്ടാകും, എല്ലാം അവർ ചെയ്യുന്നുണ്ടാകും. പക്ഷേ ഒരിക്കലും അവർ പറയില്ല വുദു എടുക്കുന്ന വിഷയത്തിൽ ഇന്ന കാര്യങ്ങളെല്ലാം നിർബന്ധമായ കാര്യങ്ങളാണ്, ഫർളുകളാണ്, ഇന്ന കാര്യങ്ങളെല്ലാം സുന്നത്താണ്, സുന്നത്തിൽ തന്നെ ഇന്നത് ബലപ്പെട്ട സുന്നത്താണ്, ഇന്നത് അത്ര പ്രബലമല്ലാത്ത സുന്നത്താണ്, ഇന്ന വിഷയം വുദുവിന്റെ ഭാഗമാണ്, ഇന്ന വിഷയം വുദുവുമായി ബന്ധപ്പെട്ട അദബിൽപ്പെട്ടതാണ് എന്നിങ്ങനെ കള്ളിയും കോളവും ഇട്ട് ഇന്ന് നമ്മൾ നമ്മുടെ മദ്രസകളിലെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോലെ സഹാബിമാർ അത് മനസ്സിലാക്കിയിരുന്നില്ല. സഹാബിമാർ മറ്റു സഹാബിമാർക്കും താബിയുകൾക്കും അത് മനസ്സിലാക്കി കൊടുത്തിരുന്നുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ഒളുവെടുത്തത് അതുപോലെ അവർ ഒളുവെടുക്കും.
അവർ ഒളുവെടുക്കുന്നത് കണ്ടുകൊണ്ട് മറ്റുള്ളവരും ഒളുവെടുക്കും. ഇങ്ങനെ കള്ളിയും കോളവും ഇട്ട് ഇന്നത് ഫർളാണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് ജായിസാണ് എന്നിങ്ങനെ വേർതിരിക്കുന്ന രീതി സഹാബികൾക്ക് ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കും. ഈ നമസ്കരിക്കുന്നത് കണ്ട് സഹാബികൾ നമസ്കരിക്കും. സഹാബിമാർ നമസ്കരിക്കുന്നത് കണ്ട് താബിയുകളും താബിയുകളും നമസ്കരിക്കും. ആ കാലഘട്ടങ്ങളിൽ ഒന്നും തന്നെ ഫർള് സുന്നത്ത് എന്നിങ്ങനെ വേർതിരിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നില്ലെന്ന് നാം മനസ്സിലാക്കണം. ഇത് വേർതിരിക്കുന്ന സ്വഭാവമുണ്ടായത് പിന്നീടാണ്. പിന്നീട് ആ സ്വഭാവം വന്നപ്പോൾ ഏതൊക്കെയാണ് ഫർള്, ഏതൊക്കെയാണ് സുന്നത്ത്, ഏതൊക്കെയാണ് അമലിന്റെ ഭാഗമായിട്ടുള്ളത്, ഏതൊക്കെയാണ് ആ അമലിന്റെ വെറും അദബ് എന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ കഴിയുന്നത് എന്ന് വേർതിരിച്ചപ്പോൾ അവർക്കിടയിൽ, അഥവാ താബിയുകൾക്കിടയിൽ, പിൽക്കാല പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭേദങ്ങളുണ്ടായി. പിന്നീട് അങ്ങനെ വേർതിരിച്ചത് ഒരു തെറ്റാണ് എന്നോ വേർതിരിക്കാതെയായിരുന്നു ചരിത്രത്തിലുടനീളം മുസ്ലിങ്ങൾ മുന്നോട്ട് പോകേണ്ടിയിരുന്നോ എന്നോ പറയുന്നതിൽ യാതൊരർത്ഥവുമില്ല. ഒരു കാലഘട്ടം പിന്നിടുമ്പോൾ കുറച്ചുകൂടി വിശദമായും വ്യക്തമായും കാര്യങ്ങൾ വകതിരിച്ചും സാധാരണക്കാരായ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ദൗത്യമായിരുന്നു. ആ ദൗത്യമായിരുന്നു അവർ നിർവഹിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സഹാബികളുടെ മറ്റൊരു രീതി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യഘട്ടത്തിൽ ധാരാളം ചോദ്യങ്ങൾ റസൂലിനോട് അവർ ചോദിച്ചുകൊണ്ടിരുന്നു. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കെ ഒരാൾ ചോദിച്ച ചോദ്യം, എന്റെ പിതാവ്, എന്റെ യഥാർത്ഥ പിതാവ് ആരാണ് എന്ന ചോദ്യമായിരുന്നു. ആ ജാതി ചോദ്യങ്ങളൊന്നും വഹയിലൂടെ രഹസ്യങ്ങൾ അറിയുന്ന റസൂലിനോട് അവർ ചോദിക്കാൻ പാടില്ലാത്തതാണ്. ചിലപ്പോൾ അയാൾ പിതാവായി മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണമെന്നില്ല യഥാർത്ഥത്തിൽ അയാളുടെ പിതാവ്. ജാഹിലിയ കാലവും ഇസ്ലാമിക കാലവും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ഒരു പീരീഡിൽ തന്റെ പിതാവാര് എന്നുള്ള വിഷമം പിടിക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിച്ച് സ്വയം അപകടം വരുത്തിവെക്കേണ്ടുന്ന യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരാൾ അങ്ങനെയും ചോദിച്ചു. മറ്റൊരാൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് നിർബന്ധമാക്കിയ ഘട്ടത്തിൽ റസൂലിനോട് ചോദിച്ചു, റസൂലേ, ഹജ്ജ് എല്ലാ വർഷവും നിർബന്ധമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. രണ്ടാമതും അയാൾ ചോദിച്ചു, ഹജ്ജ് എല്ലാ വർഷവും നിർബന്ധമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞില്ല. മൂന്നാമതും റസൂലിനോട് അദ്ദേഹം ചോദിച്ചു, എല്ലാ വർഷവും ഹജ്ജ് നിർബന്ധമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ സൗമ്യതയോടുകൂടി അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനിപ്പോൾ നഅം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും എല്ലാ വർഷവും ഹജ്ജ് ചെയ്യുക എന്നത് നിർബന്ധമായി തീരുമായിരുന്നു. എന്റെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാചകം പുറത്തേക്ക് വന്നാൽ, ഒരു വാക്ക് പുറത്തേക്ക് വന്നാൽ, അത് ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾക്ക് വലിയ ബാധ്യതയാകുമായിരുന്നു. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ചോദിക്കരുത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ നേരത്തെ ഓതിവെച്ച ആയത്തിന്റെയും അർത്ഥം അത് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു ലാ തസ്അലു അൻ അശിയാഅ ഇൻ തുബ്ദ ലക്കും തസൂക്കും. ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികളെ നിങ്ങൾ ചോദിക്കരുത്. അത് വ്യക്തമാക്കപ്പെട്ടാൽ യഥാർത്ഥത്തിൽ നിങ്ങളെ തന്നെയാണത് പ്രതികൂലമായി ബാധിക്കുക, നിങ്ങൾക്കു തന്നെയാണ് അത് ദോഷകരമായി ഭവിക്കുക. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ ഉന്നയിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ കൽപ്പിക്കുകയാണ്.
വഇൻ തസ്അലു അൻഹാ ഹീന യുനസ്സലുൽ ഖുർആൻ, ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ തുബ്ദലക്കും, ചിലപ്പോൾ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. പക്ഷേ ആ മറുപടി ലഭിക്കുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കരുത്. അഫല്ലാഹു അൻഹ, ഇതുവരെ നിങ്ങൾ പല ചോദ്യങ്ങളും ചോദിക്കുകയും ചില വിഷയങ്ങളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വിശദീകരണം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ കഴിഞ്ഞുപോയ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിട്ടുതന്നിരിക്കുന്നു. കാരണം വല്ലാഹു ഗഫൂറുൻ ഹലീം, അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്, അവൻ എല്ലാം ഉൾക്കൊള്ളുന്നവനും സഹിക്കുന്നവനുമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർന്ന് പറയുകയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മുസ്ലിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ധാരാളമായി ചോദിച്ച് കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, ചോദിച്ച് നിങ്ങൾ വിധികൾ സമ്പാദിക്കരുത് എന്നവരോട് പറഞ്ഞു. ഈ കൽപ്പന വന്നതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ അനിവാര്യമായി അവർ നേരിടുന്ന വിഷയങ്ങളിൽ മാത്രമേ അവർ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നുള്ളൂ. സാങ്കല്പികമായ ചോദ്യങ്ങൾ പിന്നീട് അവർ ചോദിച്ചിരുന്നില്ല എന്നർത്ഥം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചുകൂടി വ്യക്തമായ ഭാഷയിൽ മനോഹരമായി ഈ കാര്യം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇന്ന അഅ്ളമൽ മുസ്ലിമീന ജുർമൻ, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ കുറ്റവാളികൾ ആരാണെന്നറിയാമോ നിങ്ങൾക്ക്? മൻ സഅല അൻ ഷൈഇൻ ലം യുഹറം, നിഷേധിക്കപ്പെട്ടിട്ടില്ലാത്ത വിരോധിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യം ചോദിച്ചവനാണ്. ഫഹുരിമ മിൻ അജലി മസ്അലതിഹി, അവൻ ചോദിച്ചു എന്ന ഒരൊറ്റ കാരണത്താൽ അത് വിരോധിക്കപ്പെട്ടു. അപ്പോൾ ഒരു കാര്യം വിരോധിക്കാൻ കാരണമായിട്ടുള്ള ഒരു ചോദ്യം ഒരാൾ ചോദിച്ചാൽ അയാളാണ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഭീകരമായിട്ടുള്ള തിന്മ ചെയ്തവൻ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും ആ ചോദ്യങ്ങളിൽ ഒരു വിധി വരികയും ചെയ്താൽ ആ വിധി അനുധാവനം ചെയ്യുവാൻ ലോകാവസാനം വരെയുള്ള മുസ്ലിങ്ങൾ ബാധ്യസ്ഥരായിത്തീരുന്നു. ആ വിധി അനുധാവനം ചെയ്യുന്നവർ അതിൽ അവർക്ക് പ്രയാസം നേരിടുന്നുവെങ്കിൽ ആ പ്രയാസത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഈ ചോദ്യം ചോദിച്ചവൻ ഏൽക്കേണ്ടി വരുന്നു എന്നുള്ള കാര്യമാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ ഒരു സംസ്കാരം, ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുകയും മസ്അലകൾ എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ, ചോദ്യങ്ങൾ സാങ്കല്പികമായി ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ച് ഖുർആനിന്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സമീപനം ഇതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിൽക്കാലത്ത് സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് പണ്ഡിതന്മാർ അകന്നു നിൽക്കുകയും കേവലമായ സാങ്കല്പിക ലോകങ്ങളിൽ അവർ വ്യാപരിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും ചോദിക്കുകയും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ആ ഒരു രീതി സഹാബികളുടെ രീതിയായിരുന്നില്ല, ഖുർആൻ പഠിപ്പിച്ച രീതിയായിരുന്നില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാളുടെ കൈവെള്ളയിൽ രോമം കിളിർത്തു വന്നാൽ അത് വടിച്ചു കളയേണ്ടതുണ്ടോ ഇല്ലയോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ദീർഘമായി ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. പള്ളിയിൽ നിന്ന് ഒരു മരം മുളച്ചു. ആ മരം വളർന്ന് പള്ളിക്ക് പുറത്തേക്ക് പോയി. അത് ചെന്നു നിന്നത് ഒരു കക്കൂസിന്റെ മുകളിലാണ്. അതിന് മുകളിൽ വെച്ച് അതിന് കുറച്ച് കൊമ്പുകളും ചില്ലകളും ഉണ്ടായി. ആ ചില്ലകളുടെ മുകളിൽ കയറിയിരുന്നാൽ എഴുത്തികാഫിന്റെ കൂലി കിട്ടുമോ ഇല്ലയോ? ഇത് മുളച്ചത് പള്ളിയിൽ നിന്നാണ്, പക്ഷേ നിലകൊള്ളുന്നത് കക്കൂസിന്റെ മുകളിലാണ്.
എന്തിനാണ് ആൾ അവിടെ കയറിയിരിക്കുന്നത്? വളരെ സാങ്കല്പികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അതുപോലെ പള്ളിയുടെ പുറത്തുനിന്ന് ഒരു മരം മുളച്ചു, ഒരു പറങ്കിമാവാണെന്ന് വിചാരിക്കുക. ആ പറങ്കിമാവ് മുളച്ചിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് പടർന്നു കയറി. പള്ളിയുടെ ഉള്ളിൽ വന്ന് പള്ളിയുടെ ഭൂമി സ്പർശിച്ചതിന് ശേഷമാണ് 2-3 ചില്ലകൾ അതിനുണ്ടാകുന്നത്. ആ ചില്ലകളിൽ കയറിയിരുന്നാൽ ഇത്തികാഫിന്റെ കൂലി കിട്ടുമോ? അത് പള്ളിയിൽ സ്പർശിച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ അസില് കിടക്കുന്നത് അവിടെയാണ്. ആ പറങ്കിമാവ് അവിടെ മുളച്ച് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ വെട്ടിക്കളയുകയാണല്ലോ ഉത്തമം. പക്ഷേ ചോദ്യം ഉന്നയിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്. സഹാബികളോട് ഇത്തരത്തിൽ ചില ചോദ്യങ്ങൾ താബികൾ ചോദിക്കുമായിരുന്നു. ഒരിക്കൽ ഒരാൾ ഒരു സഹാബിയോട് ഒരു താബിയു വന്ന് ചോദിച്ചു, ഒരു സ്ത്രീ മരിച്ചു, ആ സ്ത്രീക്ക് ഉറ്റവരാരുമില്ല, ആരുമില്ല, എങ്കിൽ ആ സ്ത്രീയുടെ മയ്യത്ത് ആര് കുളിപ്പിക്കണം? സഹാബി അതിന് മറുപടിയായി പറഞ്ഞത്, എനിക്ക് ധാരാളം സഹാബികളെ അറിയാം, ഞങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്നവരാണ്. ഇത്തരത്തിലുള്ള സാങ്കല്പികമായ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ ഞങ്ങൾ അക്കാലത്ത് മുതിരുമായിരുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നായിരുന്നു. ഒരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തസ്അൽ അമ്മാ ലം യകുൻ, സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നീ ചോദ്യം ചോദിക്കരുത്. ഫഇന്നി സമീഅതു ഉമർ ഇബ്നുൽ ഖത്താബ് യൽഅനു മൻ സഅല അമ്മാ ലം യകുൻ, സംഭവിച്ചിട്ടില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സാങ്കല്പികമായ ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ ഉമർ ഇബ്നുൽ ഖത്താബ് ശപിക്കുന്നത് എന്റെ ഈ ചെവികൾ കൊണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ജാതി ചോദ്യങ്ങൾ ചോദിച്ചു വരരുത് എന്ന് സഹാബികൾ താബികളോട് പറയാറുണ്ടായിരുന്നു. ഇതാണ് ഒരു സംസ്കാരം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യുന്ന ഒരു രീതി അതാണ്. അല്ലാഹുവും റസൂലും നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ അത് നമ്മൾ അനുധാവനം ചെയ്യുക. അതിനപ്പുറത്ത് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഹറാമുകൾ, ബാധ്യതകൾ ഒരിക്കലും നമ്മൾ സൃഷ്ടിക്കരുത് എന്നതാണ് മൗലികമായിട്ടുള്ള കാഴ്ചപ്പാട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന സഹാബികളായ ആളുകൾ മനസ്സിലാക്കും. വ്യത്യസ്ത സ്വഭാവത്തിലാണത് മനസ്സിലാക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ വന്ന് അവരത് ഉദ്ധരിക്കും. ഉദ്ധരിക്കുന്ന ഘട്ടത്തിൽ ചില വിഷയങ്ങളിൽ റസൂൽ തിരുത്തും, ചില വിഷയങ്ങളിൽ തിരുത്തില്ല. 2 കാര്യവും റസൂൽ ചിലപ്പോൾ അംഗീകരിച്ചു എന്ന് വന്നേക്കും. അഹ്സാബ് യുദ്ധത്തിന്റെ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഘം ആളുകൾക്ക് നൽകിയിട്ടുള്ള കൽപ്പന പൊതുവെ പ്രസിദ്ധമായിട്ടുള്ള കൽപ്പനയാണ്. റസൂൽ അവരോട് പറഞ്ഞു, നിങ്ങൾ യാത്ര തുടർന്നോളൂ, ബനൂ ഖുറൈളയിൽ എത്തിയിട്ടേ അസർ നമസ്കരിക്കാം. ലാ യുസല്ലിയന്ന അഹദുൻ അൽ അസ്റ ഇല്ലാ ഫി ബനി ഖുറൈള. ബനൂ ഖുറൈളയുടെ അടുത്ത് എത്തിയാൽ മാത്രമേ നിങ്ങൾ അസർ നിസ്കരിക്കേണ്ടതുള്ളൂ, നിങ്ങൾ യാത്ര തുടർന്നുകൊള്ളൂ. ഫഅദ്റക ബഅ്ളുഹും അൽ അസ്റ ഫി ത്വരീഖ്. കുറച്ച് ആളുകൾക്ക് അസറിന്റെ സമയമായപ്പോഴേക്കും ബനൂ ഖുറൈളയിൽ എത്താൻ കഴിഞ്ഞില്ല. കുറച്ചാളുകൾ എത്തിയിട്ടുണ്ടാകും, അവരെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല, ബനൂ ഖുറൈളയിൽ വെച്ച് നമസ്കരിച്ചാൽ മതി. കുറച്ചാളുകൾ വഴിയിൽ പെട്ടുപോയി. വഴിയിൽ വെച്ചാണ് അവർക്ക് അസ്ർ നമസ്കാരത്തിന് സമയമായത്. ഫഖാല ബഅ്ളുഹും ലാ നുസല്ലി ഹത്താ നഅ്തിയഹ. കുറച്ചാളുകൾ പറഞ്ഞു, ബനൂ ഖുറൈളയിൽ എത്തിയിട്ട് നിസ്കരിച്ചാൽ മതി എന്നല്ലേ റസൂൽ പറഞ്ഞത്, അതുകൊണ്ട് ഞങ്ങൾ അവിടെ എത്തിയിട്ടേ നിസ്കരിക്കുന്നുള്ളൂ. വഖാല ബഅ്ളുഹും ബൽ നുസല്ലി. കുറച്ചാളുകൾ പറഞ്ഞു, ഞങ്ങൾ നമസ്കരിക്കുകയാണ്. ലം യുരീദ് ദാലിക മിന്ന. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതല്ല ഉദ്ദേശിച്ചത്. അസറിന് മുമ്പ് നിങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തണമെന്നാണ് ഉദ്ദേശിച്ചത്. അസറിന്റെ സമയത്ത് തന്നെ നിസ്കരിക്കണം. അസറിന് മുമ്പ് നിങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തണമെന്നാണ് റസൂൽ പറഞ്ഞത്. അപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു കൂട്ടൽ അക്ഷരത്തിലെടുത്തു. പ്രമാണത്തിന്റെ അക്ഷരവായന എന്ന് നമുക്ക് പറയാം.
അപ്പൊ ആ ആള് എന്ത് വന്നാലും വേണ്ടില്ല, ഞങ്ങൾ ബനൂ ഖുറൈളയിൽ എത്തിയിട്ടേ നമസ്കരിക്കൂ. മറ്റേ ആളുകളോ അക്ഷരത്തിൽ വായിക്കുന്നതിന് പകരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ദേശിച്ചത് വേഗം പോകണമെന്നും അസറിന് മുമ്പ് ബനൂ ഖുറൈളയിൽ എത്തണമെന്നുമാണ്. ഇവിടെ നിന്ന് നമസ്കരിക്കുന്നതിന് റസൂൽ എതിരു പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഫദക്കറൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രണ്ടു കൂട്ടരും തിരിച്ചു വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറഞ്ഞില്ല. നീ എന്തിനെ അങ്ങനെ ചെയ്തു, നിങ്ങളെന്തിനെ അങ്ങനെ ചെയ്തു എന്ന് ചോദിക്കുകയോ നിങ്ങൾ ചെയ്തതാണ് ശരി എന്ന് പറയുകയോ ചെയ്തില്ല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന രണ്ടു കൂട്ടരും അംഗീകരിച്ചിരിക്കുന്നു. ആ രണ്ടു കൂട്ടർക്കും അള്ളാഹുവിങ്കിൽ നിന്നുള്ള പുണ്യവും കൂലിയും കിട്ടും. രണ്ടു കൂട്ടരുടെയും അസ്ർ നമസ്കാരം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യും എന്ന നിലപാടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പുലർത്തിയത്. അപ്പൊ ചില ആളുകൾ ചോദിക്കും, സത്യം ഒന്നല്ലേ ഉണ്ടാകൂ, എങ്ങനെയാ രണ്ട് സത്യങ്ങൾ ഉണ്ടാവുക? ഒന്നല്ലേ ശരിയാകാൻ വകയുള്ളൂ, എങ്ങനെയാ രണ്ട് കാര്യങ്ങൾ ശരിയാവുക? ഇത്തരം ചില സന്ദർഭങ്ങളിൽ ഒന്നിലധികം ശരികളും ഉണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ തന്നെ ഈ രണ്ട് കാര്യങ്ങളെയും ശരികളായി ഉൾക്കൊള്ളുകയും എന്നിട്ട് രണ്ടിനും ടിക്ക്, രണ്ടിനും ശരി എന്ന അടയാളം ഇടുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. എന്നാൽ ചില സന്ദർഭത്തിൽ ഇങ്ങനെയാവില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തേണ്ടത് തിരുത്തും. വെള്ളം ലഭ്യമായില്ലെങ്കിൽ തയമ്മും ചെയ്യാം എന്നത് വിശുദ്ധ ഖുർആനിന്റെ ഒരു വിധിയാണ്. തയമ്മും ചെയ്യാം. എങ്ങനെ തയമ്മും ചെയ്യണം? അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് വിശദീകരിച്ചു കൊടുത്തത്. അപ്പോ അമ്മാർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് പറഞ്ഞു, തയമ്മും ചെയ്യാം എന്ന് അദ്ദേഹത്തിന് അറിയാം. ഉളു ഇല്ലാതെയായാൽ, ഉളു മുറിഞ്ഞുപോയാൽ തയമ്മും ചെയ്യേണ്ടത് എങ്ങനെ എന്നൊരു പക്ഷേ അദ്ദേഹം കേട്ടിരിക്കും, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം ഉളു ചെയ്യുന്നത് എങ്ങനെയാണ്, ഉളുവിന് പകരം തയമ്മും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയോ മനസ്സിലാക്കിയിട്ടില്ലേ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ തയമ്മും ചെയ്യാമെന്നുള്ള വിവരം അദ്ദേഹത്തിന്റെ അടുത്തുണ്ട്. അദ്ദേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, അമ്മാർ റളിയല്ലാഹു അൻഹു, അജ്നബ്തു, എനിക്ക് കുളിയാണ് നിർബന്ധമായത്, കുളിക്കേണ്ട ഒരു നിർബന്ധ ആവശ്യം എനിക്കുണ്ടായി. ഫലം ഉസിബിൽ മാ, എനിക്ക് വെള്ളം കിട്ടിയില്ല. ഫതമഅ്തു ഫിസ് സഈദ്, ഫതയമ്മമു സഈദൻ ത്വയ്യിബൻ എന്ന് പറഞ്ഞല്ലോ, നല്ല മണ്ണ് അന്വേഷിക്കുക എന്നാ പറഞ്ഞത്. ഞാൻ നല്ല മണ്ണ് അന്വേഷിച്ചു, ആ മണ്ണിൽ ഞാൻ അങ്ങോട്ട് കേട്ടെന്ന് ഉരുണ്ടു. ശരീരത്തിന്റെ ഒരു ഭാഗത്തും മണ്ണ് പറ്റാത്തതില്ല. വസല്ലൈതു, അങ്ങനെ ഞാൻ നമസ്കരിച്ചു. ഫദകർതു ദാലിക ലിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞാനത് പറഞ്ഞു. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നമാ കാന യക്ഫീക ഹാകദാ, നിനക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നല്ലോ. വളറബൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികഫൈഹിൽ അർദ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് കൈകളും മണ്ണിലടിച്ചു. വനഫഖ ഫീഹ, എന്നിട്ട് അതിലൊന്ന് ഊതി. സുമ്മ മസഹ ബിഹാ വജ്ഹഹു വകഫൈഹി, പിന്നെ അതുകൊണ്ട് തന്റെ മുഖവും രണ്ട് മുൻകൈകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തടവി. അപ്പോ ഒളൂവിന് എങ്ങനെയാണോ തയമ്മും ചെയ്യാൻ കൽപ്പിച്ചിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് കുളി നിർബന്ധമായാലും തയമ്മും വേണ്ടത് എന്നുള്ള കാര്യം അമ്മാർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു, ബാക്കിയുള്ള സഹാബികൾക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാന്നിധ്യത്തിലല്ലാതെ ആളുകൾ അമൽ ചെയ്താൽ ആ വിഷയത്തിൽ നബിയോട് അവർ ചോദിക്കുമായിരുന്നു. തിരുത്തിക്കൊടുക്കേണ്ട കാര്യങ്ങൾ റസൂൽ തിരുത്തിക്കൊടുക്കും, തിരുത്തിക്കൊടുക്കേണ്ടതില്ലാത്ത കാര്യങ്ങളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിക്കുകയും ചെയ്യും. ഒന്നിലധികം രീതികളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചതിന്റെ ചരിത്രം നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു, പിന്നീട് ഖലീഫമാരുടെ കാലം വന്നു. ഖലീഫമാരെന്തായിരുന്നു ചെയ്തിരുന്നത്? ഖലീഫമാർ ചെയ്തിരുന്ന കാര്യം,
വിധിക്ക് വേണ്ടി ഒരു കാര്യം തങ്ങളുടെ മുമ്പാകെ വന്നാൽ ഖുർആനിൽ നിന്ന് സ്പഷ്ടമായ തെളിവുണ്ടെങ്കിൽ അതനുസരിച്ച് അവർ വിധി കൽപ്പിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് അവർക്ക് കൃത്യമായ ഓർമ്മയുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവർ അതനുസരിച്ച് വിധി കൽപ്പിക്കും. ചില കാര്യങ്ങൾ ചിലപ്പോൾ ഖലീഫമാർക്കറിയില്ല, അല്ലെങ്കിൽ ഖലീഫമാരുടെ കീഴിലുള്ള ജുഡീഷ്യറി സംവിധാനത്തിലെ ഖാദിമാർക്കറിയില്ല. അറിയാതിരിക്കുന്ന ഘട്ടത്തിൽ അവർ മറ്റുള്ള സഹാബികളോട് ചോദിക്കും, ഈ വിഷയത്തിൽ എന്താണ് വിധി എന്ന്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ തന്നെ ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രത്യേക അവസ്ഥയിൽ ഒരു വൃദ്ധയായ സ്ത്രീ വന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, എന്റെ പേരക്കുട്ടി മരണപ്പെട്ടുപോയി, ആ പേരക്കുട്ടിയുടെ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അതുകൊണ്ട് ആ അവകാശം എനിക്ക് തരണം എന്ന് പറഞ്ഞു. വസ്തുതകളെല്ലാം പഠിച്ചു നോക്കുമ്പോൾ അത്തരമൊരു വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വിധി കൽപ്പിച്ചതായി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് അറിയില്ല. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ളുഹർ നമസ്കാരത്തിന് ശേഷം മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ആളുകളോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കേസ്, ഇത്തരമൊരു സാഹചര്യത്തിൽ വല്യുമ്മക്ക് ഒരാളുടെ സ്വത്തിൽ അവകാശമുണ്ടോ എന്ന ഒരു പ്രശ്നം എന്റെ മുമ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ആർക്കെങ്കിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു തീരുമാനം ഓർമ്മയുണ്ടോ? എന്റെ ഓർമ്മയിൽ അതില്ല, ഞാൻ അങ്ങനെ ഒന്നിന് സാക്ഷ്യം വഹിച്ചിട്ടില്ല. ആ സമയത്ത് മുഈറത്ത് ബിൻ ശുഅബ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു കേസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് സ്വത്തിന്റെ 1/6 അവർക്ക് കൊടുക്കണം എന്നാണ്. ശരി, അബൂബക്കർ റളിയല്ലാഹു അൻഹു അതവിടെ മനസ്സിൽ വെച്ചു. എന്നിട്ട് വീണ്ടും ചോദിച്ചു, ഇത് ആർക്കെങ്കിലും ഇനി മറ്റു വല്ല ഓർമ്മകളുമുണ്ടോ? അപ്പോ മുഹമ്മദ് ബിൻ മസ്ലമ റളിയല്ലാഹു തആല അദ്ദേഹം എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, മുഗീറ അത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മയായി, ഞാനും ഇങ്ങനെ ഒരു വിധി കൽപ്പിക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഇവർ രണ്ടുപേരും അത് ആവർത്തിച്ചു പറഞ്ഞപ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ വിവരമനുസരിച്ച് വിധി കൽപ്പിച്ചു. അതായത് കാര്യങ്ങൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ വളരെ ലളിതമായി, വളരെ സിമ്പിളായി ആ വിഷയത്തിൽ വിധി കൽപ്പിക്കുക എന്ന രീതിയാണ് ഖലീഫമാർ പുലർത്തിയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചില സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ആളുകൾക്ക് അറിയില്ല. അറിയാതിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്തുള്ള ഒരു സഹാബി അല്ലെങ്കിൽ താബി ഒരു വിധി കൽപ്പിക്കും, വേറെ ഒരു ഭാഗത്തുള്ള ഒരു സഹാബി ഒരു താബി വേറെ ഒരു വിധി കൽപ്പിക്കും. ഈ രണ്ട് വിധികളും ഹദീസുകൾ അറിയാത്തതുകൊണ്ട് സംഭവിക്കുന്ന വിധി വ്യത്യാസങ്ങളാണ്. ആ വിധി വ്യത്യാസങ്ങളെ വളരെ വിശാലതയോടുകൂടിയാണ് സഹാബികൾ കണ്ടുകൊണ്ടിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ഇങ്ങനെ ചോദിക്കും, അല്ല അബൂ ഹുറൈറ, നമ്മളിപ്പോ നോമ്പ് തുടങ്ങുന്നത് പ്രഭാതത്തിന്റെ സമയത്താണല്ലോ, അതായത് പ്രഭാതോദയത്തിന്റെ സമയത്താണല്ലോ. അതിനു മുമ്പ് ഒരാൾക്ക് കുളി നിർബന്ധമായിരുന്നു. ആ കുളി നിർബന്ധമായിട്ടുണ്ടെങ്കിൽ നമസ്കരിച്ചുകൊണ്ട് മാത്രമേ നോമ്പിലേക്ക് പ്രവേശിക്കാവൂ എന്നുണ്ടോ? അല്ലെങ്കിൽ നോമ്പിലേക്ക് പ്രവേശിച്ചതിന് ശേഷം പിന്നെ സുബഹ് നമസ്കരിക്കാൻ വേണ്ടി കുളിച്ചാൽ മതിയോ എന്ന് അബൂ ഹുറൈറയോട് പലരും ചോദിക്കാറുണ്ടായി. അപ്പൊ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു അതിന് പറഞ്ഞ മറുപടി, ഒരാൾ ജനാബത്തുകാരനായിക്കൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കരുത്. അത് ശരിയല്ലാത്ത ഒരു രീതിയാണ്. ജനാബത്തുണ്ടെങ്കിൽ കുളിച്ചിട്ട് വേണം നോമ്പിലേക്ക് പ്രവേശിക്കാൻ. അതുകൊണ്ട് പ്രഭാതോദയത്തിന് മുമ്പ് കുളിച്ചിരിക്കണം. ഇത് അദ്ദേഹം നൽകിക്കൊണ്ടിരുന്ന ഒരു ഫത്വയാണ്. ഈ വിഷയം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ അടുത്തെത്തി. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എന്ത് വിധിയാണിത്? ഞാനല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കിടന്ന ആള്, എനിക്കറിയില്ലേ റസൂലിന്റെ വിവരം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാബത്തുകാരനായിക്കൊണ്ട് നോമ്പിലേക്ക് പ്രവേശിക്കാറുണ്ടായിരുന്നു. അതുകൊണ്ട്
നോമ്പിലേക്ക് അങ്ങനെ പ്രവേശിക്കുന്നതിന് യാതൊരു തകരാറുമില്ല. കാര്യം വ്യക്തമായി. ആ സംഭവം സഹാബികൾക്ക് മനസ്സിലായി. മറ്റൊരിക്കൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു സ്ത്രീ വന്നിട്ട്, അല്ല ഇബ്നു ഉമർ, ഞങ്ങൾ ഈ കുളിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾ രാവിലെ ധൃതി പിടിച്ച് സുബ്ഹ് നിസ്കരിക്കാൻ വേണ്ടി കുളിക്കുമല്ലോ, ഈ കുളിക്കുന്ന സമയത്ത് ഞങ്ങൾ മുടി കെട്ടഴിച്ചിടേണ്ടതുണ്ടോ? ഇബ്നു ഉമർ പറഞ്ഞു, കെട്ടഴിച്ചിടാതെ കുളിക്കണ്ടേ? കുളിക്കുമ്പോൾ ശരീരം മുഴുവൻ നനയണ്ടേ? അതുകൊണ്ട് അവസാനത്തെ മുടിയുടെ അടിയും നനയണ്ടേ? അതുകൊണ്ട് മുടി കെട്ടഴിച്ചിട്ടിട്ട് വേണം കുളിക്കാൻ. ഇങ്ങനെ ഒരു വിധി കൊടുത്തതായി ആയിഷ റളിയല്ലാഹു തആല അൻഹ അറിഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ കാര്യം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? അവർ പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിക്കുന്ന ആളല്ലേ, പല സന്ദർഭത്തിലും ജനാബത്തുണ്ടായി നമസ്കരിക്കുന്നതിന് വേണ്ടി ഞാൻ കുളിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ പോലും ഞാൻ എന്റെ മുടി അഴിച്ചിട്ടില്ല. പലപ്പോഴും ഒരു പാത്രത്തിൽ നിന്നാണ് ഞങ്ങൾ കുളിക്കുക. റസൂലും ഞാനും എന്നോട് മുടി അഴിച്ചിടണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഇബ്നു ഉമർ ഈ പെണ്ണുങ്ങളുടെ തല മുണ്ടനം ചെയ്യണം എന്ന് പറയാത്തത് തന്നെ വലിയ ഭാഗ്യം എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, അപ്പോൾ സഹാബികളിൽ ഇങ്ങനെയുള്ള ഹദീസുകൾ കിട്ടുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ചിലപ്പോ ചില ഹദീസ് വളരെ സ്പഷ്ടമായ സ്വഭാവത്തിൽ വന്നിട്ടുണ്ടാവും, പക്ഷെ ആ ഹദീസിനെ മനസ്സിലാക്കുന്നിടത്ത് വ്യത്യാസം ഉണ്ടാവും. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഹജ്ജിന്റെ സമയത്ത് തവാഫ് ആരംഭിക്കുമ്പോൾ ആദ്യത്തെ 3 തവാഫ് കുറച്ച് ധൃതിയിൽ കാല് അടുത്തടുത്ത് വെച്ച് ഒരു ഓടുന്ന മാതിരി നടക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. വളരെ വ്യക്തമായിട്ട് വന്നിട്ടുള്ള ഹദീസാണ്. പക്ഷെ ചില ആളുകൾ പറഞ്ഞു അത് ലോകാവസാനം വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ബാധകമായിട്ടൊരു കാര്യമല്ല. മക്കയിൽ നിന്ന് നാട് വിട്ടുപോയ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും അവർ ഈ മദീനയിൽ യസ്രിബിൽ പോയിട്ട് ആ കൃഷിവലന്മാരുടെ കൂട്ടത്തിൽ ജീവിച്ചിട്ട് അവരുടെ തടിയൊക്കെ ആകെ പോയിട്ടുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും വയ്യാതായിട്ടുണ്ട് മുഹമ്മദും കൂട്ടരും എന്നുള്ള ഒരു പ്രചാരണം മക്കയിലുണ്ടായിരുന്നു. അപ്പൊ വന്ന ഉടനെ തന്നെ ആ വലതുഭാഗത്തെ ചുമലൊക്കൊന്ന് പുറത്ത് കാണിച്ച് ഒന്നും ഇളകി അങ്ങോട്ട് നടന്ന് ഖുറൈശി കൂട്ടത്തിന് കാണിച്ചു കൊടുക്കുക, അല്ല ഇവര് ലേശം ജീവനുള്ളവർ തന്നെയാണ് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യം ലോകത്തിന്റെ നാനാദിക്കുകളിൽ നിന്ന് വരുന്ന മുസ്ലിങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ട് ഈ നടത്തം ഇതൊരു സുന്നത്തിന്റെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുകയില്ല എന്നൊരു കൂട്ടർ വാദിച്ചു. ഇപ്പൊ ഹദീസുണ്ട്, പക്ഷേ ആ ഹദീസിനെ വായിച്ചെടുക്കുന്നിടത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ചിലപ്പോൾ ഓർമ്മപ്പശകുകൾ ഉണ്ടാകും. ഇബ്നു ഉമർ പറയുമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റജബ് മാസത്തിൽ ഉംറ നിർവഹിച്ചിട്ടുണ്ട്. പക്ഷെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയും അങ്ങനെ ഒരു ഉംറ റജബിൽ റസൂൽ നിർവഹിച്ചിട്ടില്ല. ഇത് ഓർമ്മപ്പശകാണ്, ആർക്കാരും ഓർമ്മപ്പശക് എന്നറിയില്ല. അതുകൊണ്ടും ചിലപ്പോൾ അഭിപ്രായ ഭേദങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ ഹദീസുകൾ ചിലർക്ക് കിട്ടി, ചിലർക്ക് കിട്ടിയില്ല. കിട്ടിയതിനെ ചിലർ ഇങ്ങനെ മനസ്സിലാക്കി, വേറെ ചിലർ അങ്ങനെ മനസ്സിലാക്കി. ചിലപ്പോൾ ഓർമ്മപ്പിശകുകൾ ഉണ്ടായി. ഇതുകൊണ്ടൊക്കെ തന്നെ സഹാബികളുടെ ഇടയിൽ തന്നെ കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് അവർ പരസ്പരം തുടർന്ന് നമസ്കരിക്കാതിരിക്കുകയോ അള്ളാഹുവിന്റെ ദീനിന്റെ ഇഖാമത്തിന്റെ മാർഗത്തിൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കാതിരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് തന്നെയാണ് നമ്മളും ഇന്നത്തെ കാലഘട്ടത്തിൽ അനുവർത്തിക്കേണ്ടുന്ന നയം എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.